ഒരു കോഴിക്കോടുകാരിയായിട്ട് കോഴിക്കോടൻ സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കിയില്ലെങ്കിൽ എങ്ങനെ ശരിയാവുക? അപ്പോൾ ഇന്നൊരു കോഴിക്കോടൻ ദം ബിരിയാണി നോക്കിയാലോ? ഇതിനിപ്പോൾ ഉള്ളിയൊന്നും വഴറ്റി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഉള്ളി വറുത്ത് കോരി മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ട് 2 സവാള നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കോരി മാറ്റാം. ഇനി ഇതവിടെ നിൽക്കട്ടെ. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 4 എടുത്തത്. നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും എടുക്കാം. 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു ബോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ച് വെക്കാം. ഇനി 3 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത്, അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, 2 നല്ലോണം പഴുത്ത തക്കാളി, മല്ലിയില പുതിനയില കറിവേപ്പില. ഇനി പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂണൊക്കെ പെരുംജീരകത്തിൻ്റെ പൊടി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര്, അരമുറി നാരങ്ങാനീര്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച സവാളേൻ്റെ പകുതി കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കനും കൂടെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച എണ്ണയില്ലേ, ആ എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണയും പിന്നെ ഒരു 1/2 കപ്പൊക്കെ വെള്ളവും കൂടെ ചേർത്ത് ചിക്കൻ വേവിക്കാൻ വെക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ നിന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നേരത്തെ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണയില്ലേ, അതേ എണ്ണ തന്നെയാണ് എടുത്തത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ 3 കപ്പ് കായ്മ അരിയാണ് എടുത്തത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിന് 3 കപ്പിന് 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി നാരങ്ങാനീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർക്കുമ്പോൾ റൈസിന് പ്രത്യേക ഒരു ഫ്ലേവർ വരും. അപ്പോൾ നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഈ റൈസ് ചിക്കനിലേക്ക് ഇട്ടിട്ട് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 2 ലെയറായിട്ടാണ് ദം ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ റൈസ് ഇളക്കി മാറ്റാതെ മുകളിലത്തെ റൈസ് അങ്ങനെ തന്നെ എടുത്തിട്ട് മസാലേൻ്റെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയത് ഒരു 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതായാലും മതി. ഇനി ഇത് ഇഷ്ടമല്ല എന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച ഉള്ളിയില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ രണ്ടാമത്തെ ലെയറും നെയ്യ്, ഫ്രൈ ചെയ്ത സവാള, മല്ലിയില പുതിനയില ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ എന്താ, ദം ചെയ്യണം. കാരണം ദം ബിരിയാണിയാണല്ലോ. അപ്പോൾ ഒട്ടും ആവി പുറത്തു പോകാത്ത രീതിയിൽ പാത്രം അടച്ചു വെക്കുക. എന്നിട്ട് ഒരു ദോശക്കല്ല് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയ ശേഷം തീ കുറച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ പാത്രം എടുത്ത് വെക്കുക. ഒരു 20 മിനിറ്റൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കോടൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും ശ്രദ്ധിക്കണേ, അപ്പോഴേ റൈസ് നന്നായിട്ട് കിട്ടും. ഇനി ഇത് സെർവ് ചെയ്യാനായിട്ട് റൈസൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ റൈസും മസാലയും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സെർവ് ചെയ്തെടുക്കാം. അധികം കഷ്ടപ്പാടൊന്നുമില്ലാതെ, കഷ്ടപ്പാടെന്ന് ഉദ്ദേശിച്ചത് ഉള്ളിയൊന്നും വഴറ്റാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയാണ് ഈ കോഴിക്കോടൻ ബിരിയാണി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. കാരണം അത്രയ്ക്കും ടേസ്റ്റിയാണ്, അത്രയ്ക്കും അടിപൊളിയാണ് ഈ ബിരിയാണി.